അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മനുഷ്യരെന്ന നിലക്ക് നമ്മുടെ കർമ്മങ്ങൾക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കാൻ കഴിയും എന്ന വസ്തുത അല്പം ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പലപ്പോഴും നമ്മുടെ കർമ്മങ്ങളുടെ അനന്തരഫലങ്ങൾ നമ്മുടെ ജീവിത കാലഘട്ടങ്ങൾക്ക് ശേഷവും നിലനിൽക്കുന്നതുമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു മനുഷ്യരുടെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം ലോകാവസാനത്തിന് ശേഷമുള്ള പരലോകത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ടാവുക. അല്ലാഹു അലം. ഏതായിരുന്നാലും ഒരു മനുഷ്യൻ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞാൽ, മൻ സന്നഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ, ഒരു നല്ല ചര്യ ആരെങ്കിലും നടപ്പിലാക്കിയാൽ തീർച്ചയായും ആ ചര്യ കൊണ്ട് ആർക്കെല്ലാം ഉപകാരം ലഭിക്കുന്നുവോ, ആരെല്ലാം അത് തുടർന്ന് കൊണ്ടുപോകുന്നുവോ, അതിൻ്റെ പ്രതിഫലമെല്ലാം ഈ ചര്യ നടപ്പാക്കിയവന് ലഭിക്കും എന്നത് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതേപോലെ നമ്മൾ ഗൗരവത്തോടു കൂടി ഓർക്കേണ്ട മറ്റൊരു വിഷയം, തെറ്റായ ഒരു കാര്യത്തിനാണ് നമ്മൾ തുടക്കമിടുന്നതെങ്കിൽ, അത് ഏതെങ്കിലും ഒരു അനാചാരങ്ങൾക്കോ അല്ലെങ്കിൽ തെറ്റായ അധ്യാപനങ്ങൾക്കോ നമ്മൾ തുടക്കമിട്ട് കഴിഞ്ഞാൽ അത് പിന്നീട് ആരെല്ലാം ഏറ്റെടുക്കുന്നുവോ, ആ പ്രവർത്തനത്തിന് ഏതെല്ലാം രൂപത്തിലുള്ള പ്രതിഫലനങ്ങൾ പിന്നീടുണ്ടാകുന്നുവോ, അതിൻ്റെ എല്ലാം ശിക്ഷയും കൂടി അനുഭവിക്കാൻ അതിന് തുടക്കമിട്ട ആളുകൾ ബാധ്യസ്ഥരായിരിക്കും. പലപ്പോഴും നിസ്സാരം എന്ന് നമുക്ക് തോന്നുന്ന ഒരു സംഗതി, നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ പലതും ഫോർവേഡ് ചെയ്യുന്നവരാണ്. അതിൽ നമ്മൾ ഒരു വ്യാജമായൊരു വാർത്തയാണ് അല്ലെങ്കിൽ മറ്റൊരാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് നമ്മൾ അത് ഫോർവേഡ് ചെയ്യുന്നതെങ്കിൽ അത് നിരന്തരമായി അത് സംപ്രേഷണം ചെയ്തുകൊണ്ട് അത് പ്രസരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അയാളുടെ മരണത്തിന് ശേഷവും ഒരു മ്യൂസിക് പോലെയുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള ഹറാമായൊരു കാര്യമാണ് നമ്മൾ ഫോർവേഡ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നിരന്തരമായി അത് സമൂഹത്തിൽ കറങ്ങിക്കൊണ്ടേയിരിക്കും. അയാളുടെ മരണത്തിന് ശേഷവും അയാളുടെ പാപം അവസാനിക്കുന്നില്ല. ഇവിടെയാണ് സലഫുകൾ കൃത്യമായി സൂചിപ്പിച്ച ഒരു വിഷയം, തൂബ ലിമൻ മാത്ത വ മാത്തത്ത് മഅഹുദുനൂബഹു. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ പാപങ്ങളും അതോടൊപ്പം മരിക്കുന്നുവെങ്കിൽ അവന് ആശംസകൾ. അതാണ് ഏറ്റവും നല്ല ഒരു അവസ്ഥ എന്നവർ പറഞ്ഞത് കാണാൻ സാധിക്കും. മരണത്തിന് ശേഷം അയാളുടെ പാപങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കാത്തൊരവസ്ഥ, മരണത്തോടു കൂടി അയാളുടെ പാപങ്ങൾ അവസാനിക്കുന്ന അവസ്ഥ, അത് ഏറ്റവും ശുഭകരമായൊരവസ്ഥയായി സലഫുകൾ കാണാറുണ്ടായിരുന്നു. ആ രൂപത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് ഗൗരവപൂർവ്വം വിചാരണ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.